ഏഴാം അധ്യായം മുതൽ നമ്മൾ കാണുന്നത് പ്രത്യേകിച്ചും ഇവിടുത്തെ പ്രധാന വിഷയം യേശുക്രിസ്തു തിരസ്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഏഴാം അധ്യായം മുതൽ നമ്മൾ കാണുന്ന വിഷയം ഒന്ന്, ദൈവപുത്രൻ പ്രത്യക്ഷപ്പെടുന്നു. രണ്ട്, ദൈവപുത്രൻ സ്വീകരിക്കപ്പെടുന്നു. മൂന്ന്, ദൈവപുത്രൻ തിരസ്കരിക്കപ്പെടുന്നു. ഈ മൂന്ന് ഭാഗങ്ങളായിട്ട് ആണ് യോഹന്നാന്റെ സുവിശേഷത്തെ വിഭജിച്ചിരിക്കുന്നത്. നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. അതിൽ ഏഴാം അധ്യായം മുതൽ കർത്താവായ യേശുക്രിസ്തു തിരസ്കരിക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നത് സമയം ഒരുപാട് പോകും, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോകാം. ഈ അധ്യായം ആരംഭിക്കുന്നത് 2-ാം വാക്യത്തിൽ യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ കർത്താവ് ഈ 7-ാം അധ്യായം 9-ാം വാക്യം വരെ, 7-9 വരെ കർത്താവ് കഫർന്നഹൂമിലാണ്, കർത്താവ് ഗലീലയിലാണ്. അപ്പോൾ 10-ാം വാക്യം മുതലാണ് കർത്താവ് കഫർന്നഹൂമിൽ നിന്ന് യെരുശലേമിലേക്ക് പോകുന്നത്. ആ യെരുശലേമിലേക്ക് പോകാൻ ഒരു കാരണം ഉണ്ടായി. അതാണ് 2-ാം വാക്യം. യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ അടുത്തിരുന്നു. 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു പെസഹ സമീപം ആകുന്നുണ്ട്. അപ്പോൾ പെസഹ ഉത്സവമൊക്കെ കഴിഞ്ഞു, കൊയ്ത്ത് കാലവും കഴിഞ്ഞു. അതിനുശേഷം വരുന്നതാണ് കൂടാര പെരുന്നാൾ. ഈ കൂടാര പെരുന്നാൾ ആകൊണ്ട് യഹൂദന്മാരെല്ലാവരും യെരൂശലേമിലേക്ക് പോകണം, പുരുഷന്മാരെല്ലാവരും പോകണം. അപ്പോൾ യേശുക്രിസ്തു സ്വാഭാവികമായി ഒരു യഹൂദൻ എന്ന നിലയിൽ കർത്താവും പോകണം. എന്നാൽ കർത്താവ് പോകാതെ ഇരുന്നപ്പോൾ കർത്താവിൻ്റെ സഹോദരന്മാർ, അവരെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായും പഠിച്ചത്. കർത്താവിൻ്റെ സഹോദരന്മാർ 3-ാം വാക്യത്തിൽ നീ പ്രസിദ്ധനാകാൻ വേണ്ടി, 3-4 വചനങ്ങളിലാണ്, ഏതൊരു വ്യക്തി ഒരു യഹൂദൻ പ്രസിദ്ധനാകണമെങ്കിൽ അവൻ ഗലീലയിൽ നിന്നാൽ പ്രസിദ്ധനാകുകയില്ല. യെരൂശലേമിലാണ് ദൈവാലയം, യെരൂശലേമിലാണ് യഹൂദന്മാർ കൂടി വരുന്ന സ്ഥലം. വർഷത്തിൽ കുറഞ്ഞത് 2 പ്രാവശ്യം അവർ ഉത്സവത്തിന് വേണ്ടി അവർ കൂടി വരും. അപ്പോൾ ഒരു മനുഷ്യൻ, ഒരു യഹൂദൻ പ്രവാചകനായിട്ടാണെങ്കിലും അവരുടെ ഇടയിൽ ഏത് വിധത്തിലാണെങ്കിലും പ്രസിദ്ധനാകണമെങ്കിൽ അവൻ യഹൂദയിൽ പോകണം. അതാണ് അവിടെ സൂചന പറയുന്നത്. 4-ാം വാക്യത്തിൽ പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്നവനെല്ലാം രഹസ്യത്തിലൊന്നും ചെയ്യാതെ നീ ഇത് ചെയ്യുന്നു എങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. യേശുക്രിസ്തു പ്രസിദ്ധനാകണം. അപ്പോൾ സഹോദരന്മാർക്ക് അറിയാം കർത്താവായ യേശുക്രിസ്തുവിൽ എന്തോ അമാനുഷികമായ ചില കാര്യങ്ങളുണ്ട് എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് വെച്ചാണ് അവർ പറയുന്നത് നീ പ്രസിദ്ധനാകണം, അതുകൊണ്ട് നീ പോക. ചുരുക്കത്തിൽ ഇവിടെ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, യഹൂദന്മാരുടെ സ്വഭാവവും ഈ സഹോദരന്മാരുടെ സ്വഭാവവും താരതമ്യേന ഏകദേശം ഒരുപോലെയാണ്. എന്താണ് സാമ്യമുള്ളതെന്നറിയാം. യേശുക്രിസ്തുവിനെ കർത്താവായ യേശുവിൻ്റെ സഹോദരന്മാർക്കും വേണ്ട, യഹൂദന്മാർക്കും വേണ്ട. ഇതാണ് യേശുക്രിസ്തു തിരസ്കരിക്കപ്പെടുന്നു, ക്രൈസ്റ്റ് റിജക്റ്റഡ് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഇത് കർത്താവിനെ തള്ളിക്കളയുന്ന ഒരനുഭവമാണ് ഇവിടെ കാണുന്നത്. തിരുവഴുത്തിൽ ഈ കാര്യം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകത്തിലെ ഒരു വചനം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വായിച്ചില്ല. ഇയ്യോബിന്റെ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, 21 എടുക്കുന്നവർ പെട്ടെന്ന് വായിച്ച അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോക, നിന്റെ വഴികളെ അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല.
കണ്ടോ, ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. എന്താ, കർത്താവിന്റെ സഹോദരന്മാരുൾപ്പെടെ പറയുകയാണ്, ദൈവത്തോട് പറയുന്ന അതേ കാര്യം കർത്താവിന്റെ സഹോദരന്മാരുൾപ്പെടെ പറയും, നീ ഞങ്ങളെ വിട്ടു പോകാം, ഞങ്ങൾക്ക് ദൈവത്തിന്റെ വഴി അറിയാനുള്ള താല്പര്യം ഒന്നും ഇല്ല. യെരൂശലേമിൽ കർത്താവായ യേശുക്രിസ്തു ചെന്നപ്പോൾ അവരുടെ നേതാക്കന്മാരുടെ മനോഭാവം ഇത് തന്നെയായിരുന്നു. സാധാരണ ജനങ്ങൾ മാത്രമല്ല, അവരുടെ നേതാക്കന്മാരായ മഹാപുരോഹിതന്മാരും അവരും പറഞ്ഞ എന്താ, നീ ഞങ്ങളെ വിട്ട് പോകുക എന്നാണ്. ഈ എന്തൊരു അപകടകരമായ കാര്യമാണ്. മനുഷ്യന്റെ സ്വഭാവം നോക്കണം. ദൈവത്തെ വേണ്ടാത്ത തലമുറ. അത് ഇയ്യോബിന്റെ കാലത്ത് തുടങ്ങിയതാ, അല്ലെങ്കിൽ ഇയ്യോബിന്റെ കാലം മുമ്പേ ഉണ്ട്, ഏത് കാലത്തുമുണ്ട്. ഇന്നും ദൈവത്തെ മനുഷ്യന് വേണ്ട. ഇനിയും ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ഒന്ന് പരാമർശിച്ചിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. കണ്ടോ, ഈ 2-ാം വാക്യത്തിൽ ഈ കൂടാര പെരുന്നാളിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ദയവായിട്ട് എന്നെ ശ്രദ്ധിക്കണേ എല്ലാവരും. അവിടെ പറയുന്ന ഒരു പ്രധാന പ്രയോഗമുണ്ട്. എന്താ ആ പ്രയോഗം? യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ. ശ്രദ്ധിച്ചോ? യഹൂദന്മാർ ദൈവത്തിന്റെ യഹോവയുടെ ഉത്സവങ്ങളാണ്. യഹോവയുടെ കൂടാര പെരുന്നാളല്ല, പിന്നെ യഹൂദന്മാരുടെ. അതുപോലെ തന്നെ 6:4 പറയുന്നത് യഹൂദന്മാരുടെ. 2-ാം അധ്യായത്തിൽ അത് തന്നെയാണ്. യഹൂദന്മാരുടെ പെസഹ അടുത്തിരുന്നു എന്നാണ്, പെസഹ പെരുന്നാൾ അടുത്തിരുന്നു എന്നാണ്. ഞാൻ ഈ കാര്യം ഒന്ന് വ്യക്തമാക്കാൻ ഒരു വേറെ ഭാഗം ഒന്ന് ചൂണ്ടിക്കാണിക്കാം. നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണെങ്കിലും ഒന്ന് പറഞ്ഞു പോകാം ഈ ഭാഗത്തോട് ചേർത്ത്. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൽ 2-ാം വാക്യം നോക്കുക. 23-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത്, എന്റെ ഉത്സവങ്ങൾ വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടേണ്ടതിന് യഹോവയുടെ ഉത്സവങ്ങളാവിത്. കണ്ടോ, 2 പ്രയോഗം. എന്റെ ഉത്സവങ്ങൾ, യഹോവയുടെ ഉത്സവങ്ങൾ. കണ്ടോ, യഹോവയായ ദൈവം പറയുന്നത് എന്റെ ഉത്സവമാണ്, യഹോവയുടെ ഉത്സവമാണ്. ഗോഡ് ഈസ് ദ ഹോസ്റ്റ് ഓഫ് ദ ഫീസ്റ്റ്. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം അതിഥിയല്ല. ആ ഉത്സവത്തിൽ ദൈവം അതിഥിയല്ല, ദൈവം ആതിഥേയനാണ്. ദൈവം ഒരു ഗസ്റ്റ് അല്ല, ദൈവം ഹോസ്റ്റാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം ഇതാണ്, യഹോവയുടെ ഉത്സവങ്ങളിലെ ഹോസ്റ്റ്, ആതിഥേയൻ, വിരുന്നുകാരനല്ല, പിന്നെ വീട്ടുകാരനാണ് കർത്താവായ യേശുക്രിസ്തു. ഇതൊക്കെ നമ്മൾ ശരിക്കും ഈ ഭാഗം പഠിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. എന്നാൽ ഇതിപ്പോൾ ആരുടേതായി? എൻ്റെ ഉത്സവങ്ങൾ, യഹോവയുടെ ഉത്സവങ്ങൾ, യഹോവയുടെ കൂടാര പെരുന്നാൾ ഇപ്പോൾ ആരുടെയായി? ഇപ്പോൾ യഹൂദന്മാരുടേതായി മാറ്റപ്പെട്ടു. കാലക്രമേണ വരുന്ന മാറ്റങ്ങൾ നോക്കിക്കോണം. ഞാൻ ഇതോട് ചേർത്ത് ഒരു ഭാഗം കൂടെ ഒന്ന് ചൂണ്ടിക്കാണിക്കുക. ലേവ്യ പുസ്തകം 24-ാം അധ്യായത്തിലാണോ? സോറി, ആ റെഫറൻസ് അത്ര കൃത്യമല്ല എന്ന് തോന്നുന്നു. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ദൈവം പറയുന്ന കാര്യം. ഞാൻ ആ റെഫറൻസ് പിന്നെ കൃത്യമായിട്ട് പറയാം. ഞാൻ എഴുതിയിരിക്കുന്ന റെഫറൻസ് ശരിയല്ല എന്ന് തോന്നുന്നു. ഒന്ന്, എൻ്റെ ആഹാരം. ഞാൻ പിന്നീട് പറയാം. ദൈവം പറയുന്നതാണ്, ഹോവ പറയുന്നതാണ്, എൻ്റെ ആഹാരം, എൻ്റെ ആലയം, എൻ്റെ വിശുദ്ധ മന്ദിരം, എൻ്റെ നിയമം, എൻ്റെ വിശുദ്ധ വസ്തു. ഇവിടെ എല്ലാം ദൈവം പറയുന്ന എൻ്റെ 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 എന്നാണ്. ആ റെഫറൻസ് കൃത്യമായിട്ട് ഞാൻ പറയാം പിന്നീട്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ആരുടേതായി മാറി? എൻ്റെ ആഹാരം മാറിപ്പോവുകയാണ്, എൻ്റെ ആലയം, ഇതെല്ലാം മാറുക. ഞാൻ ഒരു വാക്ക് പറഞ്ഞ് മുന്നോട്ട് പോകാം. ക്രൈസ്തവ മാർഗത്തിൽ ഇന്ന് ദൈവത്തിൻ്റെതെല്ലാം മനുഷ്യരുടേതാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏത് കാര്യം നോക്കിക്കോ, ദൈവത്തിന്റെ സഭയെ, കർത്താവിന്റെ സഭയെ, പക്ഷെ ഇതിപ്പോ ആരുടേതാക്കി മാറ്റിക്കളഞ്ഞു? മനുഷ്യൻ്റെതാക്കി മാറ്റിക്കളഞ്ഞു. ഇനിയും
ഉപദേശം ദൈവത്തിന്റെ, നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു വിഷയമാണ്, ദൈവത്തിന്റെ ഉപദേശമാണ്. ഇന്ന് പെന്തക്കോസ്ത് ഉപദേശം, ബ്രദർ ഉപദേശം, ഇന്ന സഭയുടെ ഉപദേശം, ദൈവത്തിന്റെ ഉപദേശം മാറിപ്പോയി. ഇനി കർത്താവിന്റെ വേഷ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കർത്താവിന്റെ വേഷ. ചില സഭകളിൽ ചെന്നാൽ അവർ പറയും ഇതിൽ പങ്കുകൊള്ളരുത്. ഇത് ഒരു ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞു, ഇത് ഈ മേശപ്പുറത്ത് വെക്കുന്നതിന് മുമ്പ് വരെ നിന്റെയാ, ആ അപ്പവും വീഞ്ഞും ഒക്കെ നിന്റേത് തന്നെ. പക്ഷെ മേശപ്പുറത്ത് വെച്ച് കഴിയുമ്പോൾ അത് കർത്താവിൻ്റെയാ. മനസ്സിലാക്കണം, ഈ മാറ്റം കാലക്രമേണ വരുന്ന ഈ മാറ്റം നമ്മൾ മനസ്സിലാക്കുവാൻ ആവശ്യമുള്ളതാണ്. ഇനിയും നമ്മൾക്ക് മുന്നോട്ട് പോകാം. ഇവിടെ യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാർ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചത് കൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. യേശുക്രിസ്തുവിന്റെ ഭവനത്തിൽ മറിയയ്ക്ക് ജനിച്ച 4 സഹോദരന്മാരും കുറഞ്ഞത് 2 സഹോദരിമാരും ഉണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തെളിയിക്കുകയുണ്ടായി. ഇനിയും നമ്മൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പരാമർശിക്കാതെ വിട്ടുകളഞ്ഞ മറ്റൊരു കാര്യം കൂടെ ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. ഇവിടെ യേശുക്രിസ്തുവിന്റെ സഹോദരന്മാർ കർത്താവിനോട് പറയുന്നത് നമ്മൾ കണ്ടല്ലോ, നീ പോവുക, എവിടാ? യെരൂശലേമിൽ പോകണം. എന്തിന്? നീ പ്രസിദ്ധനാകാൻ വേണ്ടി. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്നാണ്. കണ്ടോ? ആ 4-ാം വാക്യത്തില് മലയാളത്തിൽ ഒടുവിൽ കൊടുത്തിരിക്കുന്ന വാക്ക് കണ്ടോ? നീ നിന്നെ തന്നെ വെളിപ്പെടുത്തുക. ഇംഗ്ലീഷിൽ ഷ്യൂ തൈസെൽഫ് ടു ദ വേൾഡ് എന്ന്. നീ നിന്നെ തന്നെ വെളിപ്പെടുത്തുക. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവചരിത്രത്തോട് ബന്ധപ്പെട്ട് ആവർത്തിച്ചു വരുന്ന ഒരു പ്രയോഗമാണ്. നിന്നെ തന്നെ നിന്നെ തന്നെ വെളിപ്പെടുത്തുക. തൈസെൽഫ് എന്നുള്ള വാക്ക് ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഈ കാര്യം മനുഷ്യൻ ആവശ്യപ്പെട്ടപ്പോൾ കർത്താവിന്റെ മനോഭാവം എന്തായിരുന്നു എന്ന് നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ പ്രധാനപ്പെട്ട 4 ഉദാഹരണങ്ങൾ ഇതോട് ബന്ധപ്പെട്ടൊന്ന് ചൂണ്ടിക്കാണിക്കുക. ഒന്ന്, മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമാണ്. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെ കുറിച്ച് അവൻ നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്റെ കയ്യിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ മലയാളത്തിൽ ഒരല്പം വ്യത്യാസമുണ്ട് കേട്ടോ. 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമാണ്, നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക. എന്നിട്ട് പറയുകയാണ്, നീ ദൈവപുത്രനാണ് എങ്കിൽ നീ താഴേക്ക് ചാടുക. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാ. എന്നാൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? കാസ്റ്റ് തൈസെൽഫ് ഡൗൺ എന്നാണ്. തൈസെൽഫ്, നീ നിന്നെ തന്നെ അങ്ങ് നീ ഒന്ന് ചാട്, നീ നിന്നെ തന്നെ ഉപേക്ഷിക്ക്, നീ അങ്ങ് ചാട് എന്നാണ് പറയുന്നത്. കാസ്റ്റ് തൈസെൽഫ് ഡൗൺ എന്നാണ് പറയുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ചാടിയില്ല. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല. കർത്താവായ യേശുക്രിസ്തു ചെയ്തത് എന്താണ്? നമ്മൾ നോക്കിയ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-7 വചനങ്ങളിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, അവൻ ദൈവരൂപത്തിലിരിക്കുക ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. കണ്ടോ? യേശുക്രിസ്തു കാസ്റ്റ് തൈസെൽഫ് എന്നുള്ളതിന് കർത്താവ് ചെയ്തത് ആ സാത്താൻ കൊണ്ട് നിർത്തിയ ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നില്ല. പിന്നെ യേശു കർത്താവ് ചാടിയത് സ്വർഗത്തിൽ നിന്ന് ദൈവത്തോടുള്ള സമത്വം വിട്ട് നമ്മളോടുള്ള സ്നേഹം നിമിത്തം അത്രയ്ക്കുയരത്തിൽ നിന്ന് മനുഷ്യന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നതാണ് കർത്താവായ യേശുവിന്റെ സ്നേഹം. കണ്ടോ?
ഇതാണ് യേശുക്രിസ്തുവും ലോകവും പിശാചും തമ്മിലുള്ള വ്യത്യാസം. പിശാച് പറഞ്ഞു, നീ ഉയർന്ന മലയിൽ നിന്ന് താഴോട്ട് ചാട്, അപ്പൊ ജനമെല്ലാം നിന്നെ ദൈവപുത്രൻ എന്ന് പുകഴ്ത്തും. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, അതല്ല എൻ്റെ പരിപാടി. എൻ്റെ പരിപാടി എന്താണ്? മനുഷ്യൻ ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത ഉയരത്തിൽ നിന്ന് ഏറ്റവും അത്യഗാധത്തിലേക്ക് ചാടി മനുഷ്യനായിരുന്ന അഗാധ കൂപത്തിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവനെ രക്ഷിക്കുന്ന ദൈവപുത്രനെയാണ് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നത്. ഇനിയും രണ്ടാമത് നമ്മൾ ആദ്യം വായിച്ച വചനത്തിലേക്ക് വരാം. യോഹന്നാൻ 7 ഷൂ തൈസെൽഫ്, നീ നിന്നെ തന്നെ കാണിക്കുക, നീ നിന്നെ തന്നെ വെളിപ്പെടുത്തുക, നീ വലിയവനാണെന്ന് നിന്നെ തന്നെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക. കർത്താവിനോട് അവര് പറയുകയാണ്. എന്നാൽ കർത്താവ് എന്താ ചെയ്തത്? തന്നെ തന്നെ വലിയവനാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയല്ല യേശുക്രിസ്തു ചെയ്തത്. ഫിലിപ്പിയർ 2:8 തന്നെത്താൻ താഴ്ത്തുകയായിരുന്നു. യേശുക്രിസ്തു വലിയവനാകാൻ ആഗ്രഹിച്ചവനല്ല, യേശുക്രിസ്തു തന്നെത്താൻ താഴ്ത്തിയവനാണ്. ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്നവരും തുടർന്ന് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, തന്നെത്താൻ ഉയർത്തുന്നതല്ല, തന്നെത്താൻ വെളിപ്പെടുത്തുന്നതല്ല ക്രിസ്തീയ മാർഗവും ക്രിസ്തീയ ശുശ്രൂഷയും. അതിനാരും ആഗ്രഹിക്കരുത്. ആ ചെയ്യുന്നത് ഒരു ക്രിസ്തീയ മനോഭാവമല്ല. ക്രൈസ്തവ മനോഭാവം എന്ന് പറയുന്നത് തന്നെത്താൻ താഴ്ത്തുന്നതാണ്. ഇനി നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുക, നിങ്ങൾ അതങ്ങ് വിപുലീകരിച്ചു കേട്ടോ. ഇത്രയും മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇനിയും മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ പത്രോസ് കർത്താവിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. കർത്താവിന് അവിടുള്ള വലിയ സ്നേഹം നിമിത്തം പത്രോസ് പറയുന്ന ഒരു ഭാഗം 16-ാം അധ്യായത്തിന്റെ 22-ാം വചനം ഒന്ന് നോക്കുക. 16-22. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അതരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി. കണ്ടോ? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അതിന്റെ മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നത് പിറ്റി ദൈസെൽഫ്, നീ നിന്നോട് തന്നെ കൃപ കാണിക്ക്, നീ നിന്നോട് തന്നെ കരുണ കാണിക്ക്, നീ നിന്നോട് തന്നെ ദയ കാണിക്ക്. നീ എന്തോ ഈ പറയുന്നേ? നീ യെരൂശലേമിൽ ചെല്ലും, നിന്നെ പിടിക്കും, നിന്നെ കൊല്ലും, അവര് നിന്നെ കൊന്നാൽ നീ ഉയർത്തെഴുന്നേൽക്കും. എന്താ കർത്താവ് ഈ പറയുന്നത്? നിനക്കൊരു നാളും അങ്ങനെ ഭവിക്കരുത്. പിറ്റി ദൈസെൽഫ്, നീ നിന്നോട് കൃപ കാണിക്ക്, നീ നിന്നോട് ദയ കാണിക്ക്, നീ മരിക്കാൻ പാടില്ല. കണ്ടോ? ഇതാണ് പത്രോസ് കർത്താവിനോട് പറയുന്നത്. എന്നാൽ യേശു കർത്താവ് എന്താ ചെയ്തത്? തന്നോട് ദയ കാണിക്കുകയായിരുന്നില്ല. പിന്നെ എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം, ലോകാവസാനത്തിങ്കൽ സ്വന്തയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുക. സ്വന്തയാഗം, അതാണ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കാൻ. അങ്ങനെയായ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. സ്വന്തയാഗം കൊണ്ട്, അത് ഇംഗ്ലീഷിൽ പരിശോധിച്ചാൽ അതിന്റെ മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നത് സാക്രിഫൈസ് ഓഫ് ഹിംസെൽഫ്. അവൻ തന്നെത്താൻ സാക്രിഫൈസ് ചെയ്യാൻ. കണ്ടോ? സാക്രിഫൈസ് ഓഫ് ഹിംസെൽഫ്, തൻ്റെ സ്വന്തയാഗം. മലയാളത്തിൽ എഴുതിയിരിക്കുന്ന അങ്ങനെ, സ്വന്തയാഗം കൊണ്ട്. കർത്താവ് തന്നോട് യാതൊരു ദയയും കാണിച്ചില്ല. എന്നെയും നമ്മെ ഓരോരുത്തരും രക്ഷിക്കാൻ വേണ്ടി തന്നോട് കരുണ തോന്നാതെ നമ്മളോട് കൃപ തോന്നുകയായിരുന്നു കർത്താവ് ചെയ്തത്. ഇനിയും നാലാമത്തെ വേറൊരു കാര്യം, കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ സംഭവിച്ച ഒരു കാര്യമാണ്. പല വേദഭാഗങ്ങൾ പല സന്ദർഭങ്ങളോട് ബന്ധപ്പെട്ടുണ്ട്. ഒരു വേദഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം, മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിന് 30-ാം വാക്യം,
നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂശിൽ നിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. സേവ് തൈസെൽഫ്, നിന്നെ തന്നെ രക്ഷിക്ക്. കണ്ടോ, യേശുക്രിസ്തുവിനോട് മഹാപുരോഹിതന്മാര് പറയുന്നുണ്ട്, കർത്താവിനോട് കൂടെ മരിച്ച കള്ളം പറയുന്നുണ്ട്, കടന്നു പോകുന്ന ജനങ്ങളൊക്കെ പറയുന്നുണ്ട് നീ ദൈവപുത്രനാണെന്നല്ലേ പറയുന്നേ. അങ്ങനാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, പിശാച് പറഞ്ഞ പോലെയാ നമ്മൾ നേരത്തെ ചെയ്യുന്നത്, നീ ദൈവപുത്രനാണെങ്കിൽ തന്നെത്താൻ ചാട്, താഴോട്ട് ചാട് എന്ന് പറഞ്ഞ പോലെയാണ്. നീ ദൈവപുത്രനാണെങ്കിൽ തന്നെത്താൻ രക്ഷിക്ക്, സേവ് തൈസെൽഫ്, നീ നിന്നെ തന്നെ രക്ഷിക്കുക. ഞാൻ വേഗത്തിൽ പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ സമയലാഭത്തിനു വേണ്ടി. യേശു സ്വയം രക്ഷിച്ചില്ല, തന്നെത്താൻ രക്ഷിച്ചില്ല. ഗലാത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. എന്താണ് കർത്താവ് ചെയ്തത്? തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. തന്നെത്താൻ രക്ഷിക്കുകയല്ലായിരുന്നു, പിന്നെ he gave himself, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ആരും കർത്താവിനെ നിർബന്ധിച്ച് പിടിച്ചു കൊണ്ടുപോയി ക്രൂശിക്കുകയല്ലായിരുന്നു, അത് നടക്കത്തില്ല. യേശുക്രിസ്തുവിനെ ബലം പ്രയോഗിച്ച് ക്രൂശിക്കാൻ ഈ ലോകം അമ്പികുമ്പി ശ്രമിച്ചാൽ നടക്കത്തില്ല. പിന്നെ അത് നടന്നത് എങ്ങനെയാണ്? കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് അത് നടന്നത്. നോക്കണം, ഇത്രയുമാണ് ഞാൻ ആ ബന്ധത്തിൽ പറയാൻ ആഗ്രഹിച്ചത്. നിന്നെ തന്നെ വെളിപ്പെടുത്തുക, കർത്താവിനോട് ആവശ്യം. കാര്യം എന്താ? നിന്നെ തന്നെ വെളിപ്പെടുത്തിയാൽ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ, നീ വലിയവനാകും, നീ വലിയവനാകും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. മനുഷ്യരാരും യേശു ക്രിസ്തുവിനെ വലിയവനാക്കണ്ട, മനുഷ്യരുടെ മുമ്പിൽ കർത്താവിന് വലിയവനാകണ്ട. യേശുവിന്റെ ജനനത്തിങ്കൽ തന്നെ ദൂതൻ മറിയോട് പറഞ്ഞു, അവൻ വലിയവനാകും, അവൻ വലിയവനാകും. ഞാൻ ആ ഒരൊറ്റ വാചകത്തിൽ നിർത്തിയിട്ട് മുന്നോട്ട് പോകട്ടെ. എന്നാൽ ഇവർ കർത്താവായ യേശുക്രിസ്തുവിനെ പരീക്ഷിച്ച് യേശു കർത്താവിനെ മഹാനാകാൻ വേണ്ടി, വലിയവനാകാൻ വേണ്ടി യെരുശലേമിലേക്ക് പോകാൻ നിർബന്ധിച്ചപ്പോൾ കർത്താവ് അതിന് വഴങ്ങിയില്ല. കർത്താവ് സഹോദരന്മാരോട് പറയുന്ന മറുപടിയാണ് 7-ാം അധ്യായത്തിന്റെ 6-ഉം 7-ഉം വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. അതൊരു വലിയ പഠനമാണ്, ഞാൻ ചുരുക്കി പറയുക നിവൃത്തിയുള്ളൂ. നോക്കണം, യേശു അവരോട്, യോഹന്നാൻ 7:6-7, യേശു അവരോട്, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ. നിങ്ങളെ പകയ്പാൻ ലോകത്തിന് കഴിയുന്നതല്ല, എന്നാൽ അതിന്റെ പ്രവർത്തികൾ ദോഷമുള്ളവയെന്ന് ഞാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുകൊണ്ട് അത് എന്നെ പകയ്ക്കുന്നു. നോക്കണം, കർത്താവ് തൻ്റെ സഹോദരന്മാരോട് പറയുകയാണ്, ഞാന് പോകുന്നില്ല. എന്താ കാര്യം? അതിന്റെ കാരണം പറയുന്നത് എന്റെ സമയമെന്നാണ്. ഞാൻ സഹോദരന്മാരോട് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഒരു വ്യത്യാസമുണ്ട് കർത്താവ് പറയുന്നത്. നേരത്തെ കർത്താവ് പറഞ്ഞതും തുടർന്ന് കർത്താവ് പറയുന്നതും ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. കണ്ടോ? ആ തമ്മിലുള്ള വ്യത്യാസം ഇംഗ്ലീഷിലും അത് വ്യത്യാസപ്പെടുത്തി എഴുതിയിരിക്കുന്നത്, മലയാളത്തിലും ഗ്രീക്കിൽ അത് ഏറ്റവും ഒബ്വിയസ് ആയിട്ട് അത് വ്യത്യാസപ്പെടുത്തി എഴുതിയിരിക്കുന്നത്. എന്താ വ്യത്യാസം എന്ന് കണ്ടോ? കർത്താവ് മറ്റുള്ള മിക്ക സ്ഥലങ്ങളിലും പറഞ്ഞിരിക്കുന്നത് നാഴിക എന്നാണ്. മൈ അവർ ഈസ് നോട്ട് യെറ്റ് കം, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്നാണ് കർത്താവ്. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നത് നാഴിക എന്നല്ല. പിന്നെ ഇവിടെ കർത്താവ് പറയുന്നത് എന്താ? എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. എന്റെ സമയം, ഇംഗ്ലീഷ് നോക്കിക്കേ, ഹവർ എന്നല്ല, മൈ അവർ എന്നല്ല, മൈ ടൈം ഈസ് നോട്ട് യെറ്റ് കം. സമയം, ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? കർത്താവ് നാഴിക എന്ന് പറഞ്ഞിട്ടുള്ളത് 2 കാര്യങ്ങളെ ഉദ്ദേശിച്ചാണ്. ഒന്ന്, കർത്താവിന്റെ ക്രൂശ് മരണത്തെ ഉദ്ദേശിച്ചു.
രണ്ട്, കർത്താവിന്റെ പുനരാഗമനത്തെ ഉദ്ദേശിച്ചുമാണ്. ആ നാളും നാഴികയും ആരും അറിയുന്നില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ടൈം എന്നുള്ളത് കൃത്യം നമ്മൾ വാച്ചിൽ പറയുന്നത് പോലെയുള്ള ടൈമാണ്. എന്നാൽ മറ്റത് നാഴികയാണ്. എൻ്റെ നാഴിക എന്നാണ് കർത്താവ് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ യോഹന്നാൻ പറയുമ്പോൾ കർത്താവിൻ്റെ യാഗമരണത്തെ കുറിച്ചാണ് പറയുന്നത്. കർത്താവിൻ്റെ യാഗമരണത്തെ കുറിച്ചാണ് യോഹന്നാൻ പറയുന്നത്. അപ്പോഴാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത് എൻ്റെ നാഴിക വന്നിട്ടില്ല. ഇവിടെ പറയുന്നത് കൂടാര പെരുന്നാളിന് പോകുന്ന സമയത്തെ കുറിച്ചാണ്, അല്ലാതെ കർത്താവിന്റെ മരണത്തിന്റെ നാഴികയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ലൂക്കോസ് യാഗത്തെക്കാൾ, ലൂക്കോസ് എഴുതിയിരിക്കുന്ന സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് ആ യാഗത്തിലേക്ക് പോകുന്ന വഴിയെക്കുറിച്ച്. അതൊക്കെ ഒത്തിരി വിശദീകരിക്കേണ്ടതുകൊണ്ട് ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. ഇതിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് നാഴികയുടെ വ്യത്യാസമാണ്, മറ്റേത് ആ യാഗത്തിന് പോകുന്ന വഴിയുടെ വ്യത്യാസമാണ്. അവൻ യെരൂശലേമിലേക്ക് പോകുവാൻ മനസ്സുറപ്പിച്ചു. അവിടെ മുതൽ ലൂക്കോസ് പറയുന്ന കർത്താവ് പോകുന്ന ഓരോ സ്റ്റേഷനെ കുറിച്ച്, എവിടെ കൂടെയൊക്കെയാണ് കർത്താവ് പോകുന്നത്, ആ പോകുന്ന വഴിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ആ വഴിയെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ക്രൂശിലേക്കുള്ള വഴിയെക്കുറിച്ചാണ്. എന്നാൽ യോഹന്നാൻ പറയുന്നത് ക്രൂശിൽ മരിക്കാനുള്ള നാഴികയെക്കുറിച്ചാണ് യോഹന്നാൻ പ്രധാനമായിട്ടും പറയുന്നത്. ഇവിടെ കർത്താവ് പറയുന്ന ഈ സമയത്തോട് ബന്ധപ്പെട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യം, ഞാനൊരു പ്രാവചനിക രൂപത്തിൽ അതൊന്ന് പറയാം. പ്രത്യേകിച്ചും ദൈവജനം ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ ഇത് ഉള്ളിൽ കരുതിക്കൊള്ളുന്നത് നന്നായിരിക്കും. കർത്താവ് പറയുന്നത്, ഞാൻ അവിടെ പ്രത്യേകിച്ചും പറയുന്ന ഒരു വാക്ക്, ഈ 8-ാം വാക്യം നോക്കുക. അവിടെ കർത്താവ് ക്ലിയർ ആയിട്ട് പറയുകയാണ്. 8-ാം വാക്യം, നിങ്ങൾ എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ലായതുകൊണ്ട് ഞാൻ ഈ പെരുന്നാളിന് ഇപ്പോൾ പോകുന്നില്ല. ഞാനിപ്പോ പോകുന്നില്ല. അയ്യോ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു വ്യാഖ്യാതാവ് ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ പൊക്കോ, ഈ കൂടാര പെരുന്നാൾ നിങ്ങൾ പൊക്കോ, യെരൂശലേമിലെ കൂടാര പെരുന്നാളിന് നിങ്ങൾ പൊയ്ക്കോ. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ കൂടാര പെരുന്നാൾ വരുന്നില്ല. ഞാൻ സംബന്ധിക്കുന്ന ഒരു കൂടാര പെരുന്നാൾ ഉണ്ട്. അതിപ്പോഴല്ല, അത് യെരൂശലേമിലുമല്ല. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയിട്ട് ഞാൻ മടങ്ങി വന്നു കഴിഞ്ഞിട്ട് ഒരു കൂടാര പെരുന്നാളുണ്ട്. അതാണ് എൻ്റെ കൂടാര പെരുന്നാൾ. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ വലിയ ആത്മീയ സത്യം. കർത്താവ് പറയുന്ന ഓരോ വചനത്തിൻ്റെയും തൂക്കവും ആഴവും എത്രയോ വലുതാണ്. ഞാനിപ്പോ വരുന്നില്ല, കാരണം ഇത് ഞാൻ സംബന്ധിക്കേണ്ട കൂടാര പെരുന്നാൾ വേറെയാണ്, ഇതല്ല എന്ന് കർത്താവ് വ്യക്തമാക്കുകയാണ്. ഇനിയും ഈ വചനം കൊണ്ട് ശ്രദ്ധിക്കണേ. പ്രത്യേകിച്ച് നമ്മളോട് ചോദിക്കുകയും പലരും സംശയങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു വേറെ ഭാഗമാണ്. യേശു കള്ളം പറഞ്ഞു എന്നാണ് ചിലർ ഈ ഭാഗം കൊണ്ട് സ്ഥാപിക്കുന്നത്. എന്താ? കൂടാര പെരുന്നാളിന് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കർത്താവ് പോയി എന്നാണ് ചിലര്. അല്ല, കർത്താവ് പോയി എന്നാണ് അല്ലേ? അവന്റെ സഹോദരന്മാർ പെരുന്നാളിന് പോയ ശേഷം അവനും പരസ്യമായിട്ടല്ല, രഹസ്യത്തിൽ എന്ന പോലെ പോയി. കർത്താവ് പോയി. പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് പോയ യേശു കള്ളം പറഞ്ഞില്ലേ? ഇതാണ് പലരും ചോദിക്കുന്നത്. എന്നാൽ ആ വചനം സൂക്ഷിച്ചു നോക്കണം. നിങ്ങൾ പോകുവിൻ. നോക്കണം, കർത്താവരോട് പറയുന്ന 8-ാം വാക്യം, നിങ്ങൾ പെരുന്നാളിന് പൊക്കൂ. എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ലായതുകൊണ്ട് ഞാൻ ഈ പെരുന്നാളിന് പോകുന്നില്ലെന്നാണോ പറഞ്ഞേ? ഇപ്പോൾ പോകുന്നില്ലെന്നാണ് അതാ പറഞ്ഞത്. നിങ്ങൾ പൊക്കോ, ഞാൻ ഇപ്പോൾ ഈ പെരുന്നാളിന് പോകുന്നില്ല എന്നാ പറഞ്ഞേ. ഞാൻ പെരുന്നാളിന് പോകത്തേ ഇല്ല, ഈ പെരുന്നാളിന് ഞാൻ പോകത്തേ ഇല്ല എന്നല്ല, പിന്നെ
ഈ പെരുന്നാളിന് ഞാൻ ഇപ്പോൾ പോകുന്നില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് കർത്താവ് നമ്മളിപ്പോ വായിച്ചു കേട്ടതുപോലെ 10-ാം വാക്യം മുതൽ അതാ പറയുന്നത്, സഹോദരന്മാർ പെരുന്നാളിന് പോയ ശേഷം കർത്താവ് അവരറിയാതെ പെരുന്നാളിന് ചെല്ലുകയാണ്. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, പഠിക്കുന്നുണ്ട്, നമ്മൾ എല്ലാ വചനവും ശ്രദ്ധിച്ചു പോകണം. 7-ാം വചനത്തില് കർത്താവ് അപ്പോൾ ആ പെരുന്നാളിന് പോകാതിരുന്നതിന്റെ കാരണം ആ 7-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ എന്താ? നിങ്ങളെ പകപ്പാൻ ലോകത്തിന് കഴിയുന്നതല്ല, എന്നാൽ അതിന്റെ പ്രവർത്തികൾ ദോഷമുള്ളവയെന്ന് ഞാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് കൊണ്ട് അത് എന്നെ പകയ്ക്കുന്നു. യേശു കർത്താവ് തന്റെ സഹോദരന്മാരോട് പറയുകയാണ്, ഈ ലോകം നിങ്ങളെ പകയ്ക്കത്തില്ല. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇവരെ ഈ ലോകം പകയ്ക്കാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? 5-ാം വാക്യം, എന്തുകൊണ്ട് ഈ സഹോദരന്മാരെ ലോകം പകയ്ക്കത്തില്ല? 5-ാം വാക്യം, അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. എന്തുകൊണ്ടാണ് ഒരു ലോക മനുഷ്യനെ ലോകം പകയ്ക്കാത്തത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ. എന്താ? യേശുവിൽ വിശ്വസിക്കാത്തവന് സുഖജീവിതമാണ് ഇവിടെ. യേശുവിനെ വിശ്വസിക്കാത്തവനെ ലോകം പകയ്ക്കത്തില്ല. കർത്താവ് ഒരു വലിയ പൊതു പ്രമാണം പറയുകയാണ്. എന്താ? ലോകം നിങ്ങളെ പകയ്ക്കത്തില്ല. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പോകാം. അവിടെ ചെന്നാൽ അവരാരും നിങ്ങളെ പകയ്ക്കത്തില്ല. നിങ്ങളോട് ഒരു പ്രശ്നവും അവർക്കില്ല. കാരണം നിങ്ങളും അവരും ഒന്നാണ്. നിങ്ങളും ലോകവും ഒരുപോലെ. അതുകൊണ്ട് അവരെ പകയ്ക്കത്തില്ല. ഞാൻ പറയട്ടെ, സത്യവിശ്വാസികളെ എന്തുകൊണ്ടാണ് ഈ ലോകം പകയ്ക്കുന്നത്? ആ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെയുണ്ട്. നമ്മളെ വായിച്ച ആ വാക്യത്തിൽ കർത്താവ് പറയുന്ന 7-ാം വാക്യത്തിൽ പറയുന്നത് എന്താ? അത് എന്നെ പകയ്ക്കുക. ലോകം എന്നെ പകയ്ക്കുന്നത് കൊണ്ട് എന്നെ സ്നേഹിക്കുന്നവരെയും പകയ്ക്കും. 17-ാം അധ്യായത്തിൽ അതുകൊണ്ട് അത് നമുക്ക് പിന്നാലെ പഠിക്കാം. ഇനി മറ്റൊരു കാര്യം, ലോകം കർത്താവിനെ പകയ്ക്കുന്നു എന്ന് മാത്രമല്ല, ആ സമയത്ത് കർത്താവ് ആ ഉത്സവത്തിന് പോകാതിരുന്നതിന്റെ കാരണം 1-ാം വാക്യത്തിലുണ്ട്. 7-1 ഉണ്ടോ? അതിന്റെ ശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു. യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചതുകൊണ്ട് യഹൂദയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സില്ല. എന്താ യഹൂദിയയിലേക്ക് പോകാഞ്ഞത്? യഹൂദിയയിലാണ് യെരൂശലേം. അവിടെയാണ് ഈ ഉത്സവം നടക്കുന്നത്. ഉത്സവം നടക്കുന്ന യെരൂശലേമിലേക്ക്, യഹൂദിയിലേക്ക് കർത്താവ് പോകാഞ്ഞത് എന്താ? ഉത്തരം അവിടെ ഉണ്ട്. എന്താ? അവർ യേശുവിനെ കൊല്ലാൻ അന്വേഷിച്ചു. ഇതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു അപ്പോൾ പോകാഞ്ഞത്. യേശു ക്രിസ്തു ഭീരുവൊന്നുമല്ല. പിന്നീട് കർത്താവ് എന്ത് ചെയ്തു? 10-ാം വാക്യത്തിൽ അവരറിയാതെ കർത്താവ് ആ പെരുന്നാളിന് പോകുക, അവരെ പറഞ്ഞയക്കുക. എനിക്ക് വലിയ സന്തോഷം തോന്നി കർത്താവിൻ്റെ സ്വഭാവം. എല്ലാവരും ശ്രദ്ധിക്കണേ, നമ്മള് ഈ വചനം പഠിക്കുമ്പോൾ വളരെ ശരിയായിട്ട് തന്നെ പഠിച്ചു പോകണം. ആ 8-ാം വാക്യത്തിൽ പറയുന്നത് കർത്താവ് എത്ര കൃത്യമായിട്ടാണ്, നിങ്ങൾ പോകണം. യേശുക്രിസ്തു യഹൂദന്മാരുടെ എന്ന് ഞാൻ പറഞ്ഞത് ശരിയല്ല, ഒരർത്ഥത്തിൽ ശരിയ കാര്യം, അത് യഹൂദന്മാരുടേതായി മാറി. കർത്താവ് പഴയ നിയമത്തിൽ ദൈവം കൊടുത്ത ആ ഉത്സവത്തിന് പോകാനാ ഉത്സാഹിപ്പിക്കുന്നത്. ഒരൊറ്റ ആളിനെയും കർത്താവ് തടസ്സപ്പെടുത്തിയില്ല. ദൈവമക്കൾ ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. കർത്താവ് പറഞ്ഞ എന്താ? നിങ്ങൾ പെരുന്നാളിന് പോകുവീനെന്നാ പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യേശുക്രിസ്തു ന്യായപ്രമാണത്തെ നീക്കിയില്ല. യേശുക്രിസ്തു ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാനാ വന്നത്. കർത്താവ് ഒരിക്കലും ഈ വക കാര്യങ്ങൾക്കെതിരായിരുന്നില്ല. ഞാൻ അതിന്റെ ഉദാഹരണങ്ങളിലേക്ക് പോയാൽ ക്ലാസ് ഇവിടെ അങ്ങ് നിൽക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ പറയല്ല. അതുകൊണ്ട് ഞാൻ പറയുക, വേഗത്തിൽ പറഞ്ഞു വിടുക. കണ്ടോ, നിങ്ങൾ ഈ ഉത്സവത്തിന് പോകുവേ.
കണ്ടോ? അത് പഴയ നിയമ പ്രവചനങ്ങളെ നിവൃത്തിയായിട്ടാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ ഈ പെരുന്നാളിന് പോകണം. അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ പഴയ നിയമത്തെ നീക്കാനല്ല. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ 19-20 വാക്യങ്ങളിലൊക്കെ അത് കാണാം. ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാനല്ല, പിന്നെ നിവർത്തിക്കുവാനാണ് വന്നത്. നീ ഞാൻ പറയുന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം പറയാം. ഈ കൂടാര പെരുന്നാളിന് കർത്താവ് അവരോട് പറഞ്ഞു, പോകാൻ പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അതുവരെ എന്ത് ചെയ്തിട്ടില്ല? പഴയ നിയമം ന്യായപ്രമാണം നിവർത്തീകരിച്ചിട്ടില്ല. ന്യായപ്രമാണം നിവർത്തിക്കുന്ന ക്രൂശിൽ വെച്ചാണ്. ക്രൂശിലെ മരണ പുനരുത്ഥാനത്താലാണ് ന്യായപ്രമാണത്തിന്റെ സമ്പൂർണ്ണ നിവർത്തി വരുന്നത്. അത് എബ്രായ ലേഖനത്തിൽ അത് വ്യക്തമാണ്. എബ്രായ ലേഖനത്തിന്റെ വിഷയം അത് തന്നെയാണ്. ഒന്നാമത്തതിനെ നീക്കി രണ്ടാമത്തതിനെ സ്ഥാപിച്ചു. യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിലൂടെയാണ് അത് സ്ഥാപിച്ചത്. അപ്പോൾ പഴയ നിയമ കൂടാര പെരുന്നാൾ നിവർത്തീകരിക്കപ്പെട്ടത് ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തോടുകൂടെയാണ്. അതിനുശേഷം കൂടാര പെരുന്നാൾ ആചരിക്കാൻ കർത്താവ് ആരെയും ഉത്സാഹിപ്പിച്ചിട്ടില്ല, പുതിയ നിയമം ആരെയും ഉത്സാഹിപ്പിച്ചിട്ടില്ല. അത് പെസഹ മുതൽ ഓരോ ഉത്സവവും യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം, വിശിഷ്യ ഞാൻ ഈ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പെന്തക്കോസ്തിന് ശേഷം. സംശയമുള്ളവർ പിന്നെ ചോദിച്ചോണേ. പെന്തക്കോസ്തിന് ശേഷം ഒരു പെരുന്നാളും ഓരോ ഉത്സവവും ആചരിക്കാൻ ഇങ്ങേറ്റം ശബത്ത് പോലും, ശബത്ത് പെരുന്നാളല്ലോ, ശബത്ത് പോലും ആചരിക്കാൻ പ്രമാണമില്ല. എന്നു മുതൽ കർത്താവിന്റെ ക്രൂശ് മരണ പുനരുദ്ധാനത്തിന് ശേഷം. ഇതൊക്കെ വലിയ സത്യങ്ങളാണ് കേട്ടോ. അപ്പോൾ കർത്താവ് ഇവരോട് പറഞ്ഞു, നിങ്ങൾ കൂടാരപ്പെരുന്നാളിന് പോകുക എന്ന് പറഞ്ഞതിന്റെ കാരണം, അതുവരെ കർത്താവായ യേശു ക്രിസ്തു പഴയ നിയമം പറയുന്നത് സമ്പൂർണമായി നിവർത്തീകരിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടാണ്. ഇനിയും 122-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വചനം നമ്മള് സാധാരണ ആരാധനയ്ക്കൊക്കെ വായിക്കുന്ന ഒരു വാക്യമാണല്ലോ. എനിക്കിഷ്ടമുള്ള ഒരു നല്ല ഭാഗമാണ് 122-ാം സങ്കീർത്തനം 1-ാം വാക്യം. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഉണ്ടോ? യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്താവിന് സന്തോഷമുണ്ട് നീ അങ്ങോട്ട് പോകുന്ന ഈ സഹോദരന്മാർ പറഞ്ഞപ്പോ. എന്നാൽ കർത്താവ് എന്ത് ചെയ്തു? തൻ്റെ ഉള്ളത്തിന് ആ സന്തോഷം സഹോദരന്മാരോട് പറയുകയാണ്, നിങ്ങൾ പൊക്കോ, നിങ്ങൾ പെരുന്നാളിന് പോകുവീൻ എന്ന് കർത്താവ് പറയുക. ഇവിടെ ഈ നാഴികയെക്കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഒരു വാക്കൂടെ പറഞ്ഞിട്ട് നമുക്ക് പോകാം. ഞാൻ ഇപ്പൊ വരുന്നില്ല എന്നാ ഇവിടെ പറഞ്ഞു. എന്നാൽ മറ്റു ഭാഗത്തൊക്കെ കർത്താവ് പറയുന്നത് ഇതുവരെ എന്നുള്ള വാക്കാണ്. എന്റെ നാഴിക എന്ന് പറയുന്നിടത്ത്, സമയമല്ല, നാഴിക എന്ന് പറയുന്നിടത്തെല്ലാം കർത്താവ് ഉപയോഗിച്ചിട്ട് ഉള്ള വാക്ക് ഇതുവരെ. എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല, ഇതുവരെ എന്നുള്ള വാക്ക. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ എന്ന വാക്ക. ഇപ്പോൾ ഞാൻ പോകുന്നില്ല എന്നാണ് കർത്താവ് അവരോട് പറഞ്ഞത്. ഇനി 9-ാം വാക്യത്തിൽ പറയുക, ഇത് പറഞ്ഞിട്ട് കർത്താവ് എന്ത് ചെയ്തു? ഗലീലയിൽ തന്നെ പാർത്തു. കർത്താവ് അവിടെ നിന്നു. എന്നിട്ട് 10-ാം വാക്യം, എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ തൻ്റെ വീട്ടിലുള്ള എല്ലാവരും, തൻ്റെ സഹോദരന്മാരുൾപ്പെടെ, കഫർന്നഹൂമിലെ അയൽവക്കക്കാരെല്ലാം, അവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ കർത്താവ് രഹസ്യമായി പോയി. ഇനിയും ആ കൂടാര പെരുന്നാളിന്റെ ആദ്യ പകുതി ദൈവാലയത്തിൽ ആ ഉത്സവം നടക്കുന്ന സമയത്ത്
കർത്താവ് എവിടെ ഇരിക്കുക? കർത്താവ് ഗലീലയിൽ തന്നെ ഇരിക്കുക, കപ്പർനഹൂമിൽ തന്നെ ഇരിക്കുക. ഇനി ഞാനൊരു ഈ പറയുന്ന കാര്യം ദൈവമക്കൾ എല്ലാവരും ഒന്ന് ഉൾക്കൊണ്ട് മനസ്സിലാക്കണം കേട്ടോ. അവിടെ പെരുന്നാൾ നടക്കുന്നുണ്ട്. ഇവിടെ യേശുക്രിസ്തു ചെന്നില്ലെങ്കിലും അവിടെ എന്ത് നടക്കുന്നുണ്ട്? അവിടെ പെരുന്നാൾ നടക്കുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ഒരു, ഞാൻ ഈ ചിരിക്കുന്നത് ചുമ്മാ അല്ല, പെരുന്നാൾ അവിടെ നടക്കുന്നുണ്ട്, പക്ഷെ ആരില്ല? യേശുക്രിസ്തു ഇല്ലാത്ത പെരുന്നാളാ. ഗംഭീരമായി പെരുന്നാൾ നടക്കുക, പക്ഷെ വേണ്ടവൻ അവിടെ ഇല്ല. ആ പെരുന്നാളിന്റെ കാതൽ, ആ പെരുന്നാളിന്റെ കാരണക്കാരൻ, ആ പെരുന്നാളിന്റെ നിവർത്തി, ആ പെരുന്നാളിന്റെ സമ്പൂർണത ആരിലാണോ ആ കർത്താവ് അവിടെ ഇല്ല. കർത്താവില്ലാത്ത ആഘോഷങ്ങളാണ് ഇന്ന് ക്രൈസ്തവ ലോകത്ത് നടക്കുന്നത്. ഞാന് അതൊക്കെ വിസ്തൃതമായി, എന്നേക്കാൾ ഈ കാര്യം വിശദീകരിച്ച് പറയാൻ കഴിവുള്ളവരാ എൻ്റെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന മിക്കവരും എന്ന് എനിക്കറിയാം. നിങ്ങളുടെ ചിന്തയ്ക്കും പഠനത്തിനും വിശദീകരണത്തിനും ഞാൻ അതങ്ങ് വിടുക. നിങ്ങൾ നോക്കുക, യെരൂശലേമിൽ കർത്താവ് 12-ാമത്തെ വയസ്സിൽ ദൈവാലയത്തിൽ അപ്പനും അമ്മയോടുകൂടെ പെരുന്നാളിന് പോയതാ. പക്ഷേ ഈ കർത്താവ് കൂടെ ഉണ്ടെന്ന് വിചാരിച്ച് അവരങ്ങ് പോയി. ഞാൻ ഒറ്റ വാചകത്തിൽ പറയുക, കർത്താവില്ലാത്ത യാത്ര, കർത്താവിനെ കൂടാതെയുള്ള യാത്ര. ഈ സഹോദരന്മാർ കർത്താവ് ഇപ്പോൾ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ നിർബന്ധിച്ച് കൂടെ കൊണ്ടുപോയില്ല. കർത്താവിനെ കൂടാതെയാണ് അവർ പോയത്. ഞാൻ വ്യക്തമായി പറയട്ടെ, കർത്താവിനെ കൂടാതെയുള്ള ക്രിസ്തീയ ജീവിതം, കർത്താവിനെ കൂടാതെയുള്ള പെരുന്നാളാഘോഷം, ഇതൊക്കെ എത്രയോ ദുഃഖകരമായ കാര്യമാണ്. നമ്മുടെ യാത്രയിൽ യേശു ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ലൂക്കോസ് 2:44 പറയുന്നത് കർത്താവ് കൂടെ ഇല്ല എന്നുള്ളത് അവർ വൈകിയാണ് അറിയുന്നത്. കർത്താവ് കൂടെ ഇല്ല എന്ന് വളരെ വൈകിയാണ് അവര് അറിയുന്നത്. കർത്താവിനെ ദൈവാലയത്തിൽ തനിച്ചാക്കിയിട്ട് അവർ പോവുകയാണ്. മാതാവും പിതാവും സഹോദരന്മാരും ഒക്കെ കർത്താവിനെ തനിച്ചാക്കി. അന്ന് യോസഫുണ്ട്. അവര് കർത്താവിനെ തനിച്ചാക്കിയിട്ടാണ് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ എളിമയോടെ പറയട്ടെ, ഇത് ഇന്നത്തെ ക്രൈസ്തവ ലോകത്തെ വ്യക്തമായിട്ടും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വലിയ സത്യമായിട്ട് നമ്മൾക്ക് അവശേഷിക്കുകയാണ്. കർത്താവിനെ തനിച്ചു വിടുക നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അത് സംഭവിക്കരുത്. ഞാൻ ഒരു വാചകം കൂടി ഇതിനോട് ചേർത്ത് പറഞ്ഞിട്ട് അടുത്ത ആശയത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കാം. എന്താ, മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഒരു വചനം. എല്ലാവരും അവനെ വിട്ടോടിപ്പോയി. എല്ലാവരും അവനെ വിട്ടോടിപ്പോയി. കർത്താവിൻ്റെ കഷ്ടതയിൽ കർത്താവ് എന്റെയും നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ കൂടെ നിന്നവർ ഒരാൾ പോലും കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നില്ല. എല്ലാവരും അവനെ തനിച്ചാക്കി ഓടിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണിത്. കർത്താവില്ലാത്ത ഒരനുഭവം, കർത്താവിനെ തനിച്ചാക്കി പോകുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഒരനുഭവം ഉണ്ടാകരുത്. ഇവിടെ ആ 10-ാം വാക്യത്തിലെ ഒരു ആത്മീയ സന്ദേശം കൂടെ, ഒരു സ്പിരിച്വൽ മെസ്സേജ് ഒന്ന് സൂചിപ്പിക്കാൻ. 10-ാം വാക്യത്തിൽ എന്താ ആ വചനം? പെരുന്നാളിന് സഹോദരന്മാരൊക്കെ പോയ ശേഷം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം നോക്കുക. പരസ്യമായിട്ടല്ല, പിന്നെ രഹസ്യത്തിൽ എന്ന പോലെ പോയി. പരസ്യമായിട്ടല്ല, രഹസ്യത്തിൽ എന്ന പോലെ കർത്താവും പോയി. ദൈവത്തിന് സ്തോത്രം.
കർത്താവിന്റെ ഇന്നത്തെ ശുശ്രൂഷ, ഈ കൃപായുഗത്തിലെ കർത്താവിന്റെ ശുശ്രൂഷ, ആ ശുശ്രൂഷയ്ക്ക് നമുക്കൊരു നല്ല പേര് കൊടുക്കുക. എന്താ? രഹസ്യ ശുശ്രൂഷ. ആ ശുശ്രൂഷ എവിടാ ചെയ്യുന്നതെന്നറിയാമോ? എവിടാ ശുശ്രൂഷ ചെയ്യുന്നത്? പിതാവിന്റെ വലതുഭാഗത്ത്. സ്തോത്രം. നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി രഹസ്യത്തിൽ നമ്മൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു നമ്മുടെ കർത്താവ്. സ്തോത്രം. രഹസ്യത്തിലുള്ള കർത്താവിന്റെ ശുശ്രൂഷ. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. രഹസ്യത്തിൽ കർത്താവ് ഇപ്പോൾ സ്വർഗത്തിൽ ശുശ്രൂഷിക്കുക. ഇനി എന്ത് ചെയ്യുന്നറിയാമോ? ആ രഹസ്യത്തിൽ ശുശ്രൂഷിക്കുന്ന കർത്താവ്, ഞാൻ പറയുന്ന കാര്യം ഞാൻ പറയുന്ന അർത്ഥത്തിലേ മനസ്സിലാക്കും. ഇനി രഹസ്യത്തിൽ ഒരു വരവും വരും. എന്തിനാണെന്നറിയാമോ? താൻ ആർക്കു വേണ്ടിയാണോ രഹസ്യത്തിൽ ഇപ്പോൾ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരെ തന്റെ അടുക്കിലേക്ക് ചേർക്കുവാൻ രഹസ്യത്തിൽ അവൻ വരും. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ ഒരു വലിയ ആത്മീയ സന്ദേശം ഈ വചനത്തിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുക. ഇനി നമ്മൾക്ക് 11 മുതൽ 13 വരെയുള്ള വചനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. കർത്താവ് ഈ പെരുന്നാളിന് ചെന്നിട്ടില്ല ഇതുവരെ 9-ാം വാക്യം വരെ കർത്താവ് ഈ പെരുന്നാളിന് ചെന്നിട്ടില്ല. എന്നാൽ ഈ പെരുന്നാളിന് കൂടിയ ജനങ്ങളുടെ ഇടയിൽ യെരൂശലേമിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. അതാണ് 11 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കി പോകാം. എന്താ 11-ാം വാക്യം? എന്നാൽ പെരുന്നാളിൽ അവൻ എവിടെയെന്ന് ചോദിച്ചവനെ അന്വേഷിച്ചു. പുരുഷാരത്തിൽ അവനെ കുറിച്ച് വളരെ കുശൂഷിപ്പുണ്ടായി. അവൻ നല്ലവനെന്ന് ചിലരും അല്ല, അവൻ പുരുഷാരത്തെ വഞ്ചിക്കുന്നെന്ന് മറ്റു ചിലരും പറഞ്ഞു. എങ്കിലും യഹൂദന്മാരെ പേടിച്ചിട്ട് ആരും പ്രസിദ്ധമായി അവനെ കുറിച്ച് സംസാരിച്ചില്ല. ഇതൊക്കെ നമ്മുടെ ഈ വചനങ്ങളൊന്നും നമ്മുടെ സുവിശേഷ പ്രസംഗങ്ങളിലൊന്നും പ്രസംഗിക്കാറില്ല കേട്ടോ. ഇതൊക്കെ ദയവ് ചെയ്ത് നമ്മുടെ ഈ ക്ലാസ്സിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ സുവിശേഷ പ്രഭാഷണം നടത്തുന്നവരാണ്. ഇതൊക്കെ ഒന്ന് പഠിപ്പിക്കണം, ജനത്തെ പഠിപ്പിക്കണം. എന്താ 11-ാം വചനത്തിൽ കർത്താവ് ചെന്നില്ലെങ്കിൽ കർത്താവിനെ കുറിച്ച് അവിടുത്തെ സംസാര വിഷയം ഉണ്ടോ? യേശു ക്രിസ്തു അവിടുത്തെ പെരുന്നാളിന്റെ കർത്താവ് ചെന്നിട്ടില്ല. ഈ 9-ാമത്തെ വചനം വരെ ആദ്യ പകുതി എന്ന് പറയുമ്പോൾ ഞാനത് വ്യക്തമാക്കാം. ആദ്യ പകുതിയിൽ കർത്താവ് ചെന്നിട്ടില്ല. ഈ കൂടാരപ്പെരുന്നാൾ എന്ന് പറയുന്നത് 8 ദിവസമാണ്. ആ 8 ദിവസത്തിൽ 4 ദിവസം കുറഞ്ഞത് യേശു ക്രിസ്തു ചെന്നിട്ടില്ല. 8 ദിവസമാണെന്നുള്ളത് ഞാൻ പിന്നാലെ പറയാം. ഈ സമയത്തും എന്താ അവരുടെ ഇടയിൽ സംസാരമാണ്. എന്താ സംസാരിക്കുന്ന വിഷയം എന്താണ്? ഇംഗ്ലീഷിൽ അത് പറയുകയാണെങ്കിൽ 3 ചോദ്യങ്ങളായിട്ട് തിരിച്ചു പഠിക്കുക. ഒന്ന്, വേർ ഈസ് ഹി? അവനെവിടെ? നേരത്തെ ഉള്ള പല ഉത്സവങ്ങളിലും നമ്മൾ അവനെ കണ്ടായിരുന്നു. ആദ്യം വന്നപ്പോ യെരൂശലേം ദേവാലയത്തിൽ കയറി അടിച്ചു പിടിച്ച് എല്ലാത്തിനും അടിച്ചെന്ന് പറഞ്ഞ ക്ഷമിക്കണേ, എല്ലാത്തിനും പുറത്താക്കിയതാ. എന്നാൽ ഇപ്പോൾ അവനെവിടെ? രണ്ടാമത്തെ ചോദ്യം, ഹൂ ഈസ് ഹി? അവൻ ആരാ? അവനെ ചൊല്ലിയ സംസാരം. അവൻ നല്ലവനാണ് ഒരു കൂട്ടർ, മറ്റൊരു കൂട്ടർ അവൻ ചതിയനാണ്. ഇനിയും വാട്ട് ഈസ് ഹി ഡൂയിങ്? യേശു ക്രിസ്തു എന്താണ് ചെയ്യുന്നത്? ഈ 3 പ്രധാനപ്പെട്ട സംശയങ്ങളാണ് അവരുടെ ഹൃദയത്തിൽ ഉണ്ടായത്. ഇത് നന്നായിട്ടൊന്ന് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതിന് സമയമെടുക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇവിടെ
11-ാം വാക്യം ഒന്നുകൂടെ നോക്കുക. ഞാൻ ഈ വാക്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ചു പോവാം. 11-ാം വാക്യത്തിൽ പറയുന്നത് യഹൂദന്മാർ പരസ്പരം ചോദിക്കുന്ന ചോദ്യം, അവൻ എവിടെ എന്ന് അവനെ അന്വേഷിക്കുക, യേശുക്രിസ്തുവിനെ അന്വേഷിക്കുക. വേർ ഈസ് ഹി? അവൻ എവിടെയാണ്? യേശുക്രിസ്തു എവിടെയാണെന്ന് അന്വേഷിക്കുക. ഓ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു എവിടെ എന്ന് അന്വേഷിക്കുക. സത്യസന്ധമായ ഒരു അന്വേഷണമായിട്ട് നമ്മൾക്കിതിനെ കാണാമോ? ഇവർ അന്വേഷിക്കുന്ന, ഒരു കൂട്ടർ അന്വേഷിക്കുന്നത് എന്തിനാണെന്നറിയാമോ? 1-ാം വാക്യത്തിലുണ്ട്. എന്തിനാ അന്വേഷിക്കുന്നത്? എന്തിനാ അന്വേഷിക്കുന്നത്? വായിക്കാനല്ല. ഒരു കൂട്ടർ അന്വേഷിക്കുന്നത് കൊല്ലാൻ വേണ്ടിയാ ഇവർ അന്വേഷിക്കുന്നത്. എന്നാൽ നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ലതാനും. ഇത് പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് കർത്താവും പറയുന്നുണ്ട്. 34-ാം വചനം നോക്കി, 34-ാമത്തെ വാക്യം 7-ാം അധ്യായത്തിന്റെ. നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ലതാനും, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നെ കണ്ടെത്തുകയില്ല, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വരാൻ കഴിയുകയുമില്ല. കർത്താവ് ആ ജനത്തോട് പറയുന്ന മറുപടി എത്ര ശക്തമാണ് കണ്ടോ. എന്നാൽ സത്യസന്ധമായ അന്വേഷണത്തിന് ആര് കർത്താവിനെ സത്യമായി അന്വേഷിക്കുന്നു? മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, അന്വേഷിപ്പീൻ എന്നാൽ കണ്ടെത്തും. കർത്താവ് പഠിപ്പിച്ച കാര്യമാണ്. അതിന്റെ അർത്ഥം എന്താ? സത്യസന്ധമായ അന്വേഷണം യേശുക്രിസ്തുവിലാണ് അവസാനിക്കുക. സ്തോത്രം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പഠന വിഷയം വെക്കാം, അന്വേഷണവും കണ്ടെത്തലും. കേട്ടോ? നമ്മുടെ ജി സഹോദരനും നമ്മുടെ പാസ്റ്ററും ഷൈജൻ ബ്രദറും മൈക്കിൾ സാറും ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ ഒക്കെ മുമ്പിൽ ഞാൻ ഒരു പഠനം വയ്ക്കുക. വേണ്ടി വന്ന ഒരു പുസ്തകം നിങ്ങൾ അങ്ങ് എഴുതിക്കൂ, അന്വേഷണവും കണ്ടെത്തലും. കേട്ടോ? ഇതൊരു പ്രധാന പഠനമാണ് ബൈബിളിലെ. നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷം പഠിക്കാൻ തുടങ്ങിയപ്പോൾ 1-ാം അധ്യായത്തിൽ ഇതിന്റെ ചില പാഠങ്ങൾ നമ്മൾ പഠിച്ചതാണ്. 1-ാം അധ്യായത്തിൽ അന്വേഷണവും കണ്ടെത്തലും. ഞാൻ ഒരു വാചകം മാത്രം പറയാം. 38-ാം വാക്യത്തിൽ യോഹന്നാൻ പറഞ്ഞത് കേട്ട് യേശുക്രിസ്തുവിനെ അനുഗമിച്ച 1:38 യേശുക്രിസ്തുവിനെ അനുഗമിച്ച 2 ശിഷ്യന്മാർ, ഒന്ന് അന്ത്രയാസ് ആണ്, നമ്മൾക്കറിയാം, മറ്റേത് യോഹന്നാനാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരുമാണ്. അവർ കർത്താവിനോട് ഒരു കാര്യം ചോദിച്ചു, അന്വേഷിച്ചു. എന്താ അവർ ചോദിച്ചത്? ഗുരു, നീ എവിടെ പാർക്കുന്നു? കേട്ടോ? ഗുരു, നീ എവിടെ പാർക്കുന്നു? ഇത് ശരിക്കും നല്ല ഒരു അന്വേഷണമാണ്. ഈ 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ യേശുവിനെ അന്വേഷിച്ചവർ ഈ വിധത്തിൽ അന്വേഷിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ഗുരു, നീ എവിടെയാണ് പാർക്കുന്നത്? കർത്താവേ, നീ എവിടെയാണ് പാർക്കുന്നത് എന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ അതൊരു നല്ല അന്വേഷണമായിരുന്നു. പക്ഷെ അവരന്വേഷിച്ചത്, പലരും അന്വേഷിച്ചത് കർത്താവിനെ സ്വീകരിക്കാനല്ലായിരുന്നു, കൊല്ലാനായിരുന്നു. അതിന്റെ കാരണം 1-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു. എന്നാൽ കർത്താവിനോട് ഈ അന്വേഷണം നടത്തിയ ശിഷ്യന്മാരോട്, ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ച ശിഷ്യന്മാരോട് കർത്താവ് നിഷേധിച്ച് ഒരു വാക്ക് പറഞ്ഞില്ല. എന്താ? സ്തോത്രം, സ്തോത്രം. വന്ന് കാണുവിൻ, വന്ന് കാണുവിൻ, വന്ന് കാണുക. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് അന്ന് അവർ അവനോടുകൂടെ പാർത്തു എന്നാണ്. സ്തോത്രം. അന്ന് അവർ അവനോടുകൂടെ പാർത്തു. അന്വേഷണവും കണ്ടെത്തലും. അന്ന് അവർ യേശുവിനോടുകൂടെ പാർത്തു. നമ്മൾ ചിന്തിച്ചത് കൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല, ഒരു വാചകം പറഞ്ഞ് അവിടെ നിന്ന് മാറാം.
അന്ന് രാത്രി അവരറിയേണ്ടതൊക്കെ അറിഞ്ഞു. പിറ്റേ ദിവസം പുലർച്ചെ അവരെന്തായി അറിഞ്ഞെന്ന് അന്ത്രേയസ് തന്റെ സഹോദരൻ പത്രോസിനോട് പറഞ്ഞു. ഞങ്ങൾ മിശിഹായ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തി. അറിയേണ്ടത് അറിഞ്ഞു, കാണേണ്ടവനെ കണ്ടു. കഴിഞ്ഞ കാലങ്ങൾ അത്രയും അവർ അന്വേഷിച്ചവനെ കണ്ടെത്തി. കണ്ടോ? ഇനിയും യേശുവിനെ ആ ജനം പ്രതീക്ഷിച്ചു. അതാണ് 11-ാം വാക്യം നമ്മൾ കാണും. രണ്ടാമത്, യേശുവിനെ അവർ വിലയിരുത്തുകയാണ്. ജനം കർത്താവായ യേശു ക്രിസ്തുവിനെ വിലയിരുത്തുക. എന്താ അവർ വിലയിരുത്തുന്നത്? 12-ാം വാക്യം, പുരുഷാരനെ കുറിച്ച് എന്റെ പ്രിയമുള്ളവരെ, ഇതൊരു വലിയ പഠനമാണ്. യേശുവിനെ അന്വേഷിക്കുന്നു, ഒന്ന്. രണ്ട്, യേശുക്രിസ്തുവിനെ കുറിച്ച് വ്യക്തിപരമായ വിലയിരുത്തൽ നടത്തുന്നു. മൂന്നാമത്, ആ വിലയിരുത്തലിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് വളരെ തെറ്റായ ഒരു ധാരണയിൽ അവർ എത്തിച്ചേരുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഇന്നിപ്പം നമ്മുടെ ക്ലാസ് ഈ വിഷയം പൂർണ്ണമാക്കാൻ സാധിക്കുന്നില്ല. ഞാനിങ്ങനെ പറയാം. രണ്ടാമത്തെ അവരുടെ വിലയിരുത്തലാണ്. അത് 12-ാം വാക്യത്തിലാണ്. എന്താ അവര് വിലയിരുത്തിയത്? ഒരു കൂട്ടർ പറഞ്ഞു അവൻ നല്ലവനാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കൂട്ടർ പറഞ്ഞു എന്താ? വഞ്ചകനാണെന്ന്. പുരുഷാരത്തെ വഞ്ചിക്കുന്ന വഞ്ചകനാണ് എന്ന് കർത്താവിനെ കുറിച്ച് പറയാം. ഇവിടെ ജനത്തിന്റെ അന്വേഷണമാണിത്. ജനം കർത്താവിനെ വിലയിരുത്തുന്നതാണ്. സാധാരണ ജനം കർത്താവിനെ വിലയിരുത്തുന്നതാണ് ഇവിടെ കാണുന്നത്. നമുക്കിതിനോട് സമാനമായ ഒരു വേദഭാഗം വായിച്ചൊന്ന് വിടാം. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ, മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13ഉം 14ഉം വാക്യങ്ങൾ. യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന്. കണ്ടോ? ജനങ്ങളുടെ വിലയിരുത്തൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുക. ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയും. ഇവിടെ ക്ലാസ് ആയതുകൊണ്ട് ഞാനൊരു കാര്യം ഒന്ന് വ്യക്തമാക്കി പോവാം. ഈ ഫിലിപ്പിന്റെ കൈസരിയ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? പലർക്കും അത് മനസ്സിലായിട്ടില്ല. ചിലർ ഇതങ്ങ് വായിച്ചു വിടും, പറഞ്ഞു വിടും, പ്രസംഗിക്കുമ്പോൾ പറയും ഫിലിപ്പിന്റെ കൈസരിയ, ഫിലിപ്പിന്റെ കൈസരിയ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ യഹൂദ്യ, ഗലീലിയ, ശമരിയ ഈ പ്രദേശങ്ങളെ തന്നെ പല പ്രോവിൻസുകളായിട്ടാണ് തിരിച്ചിരുന്നത്. അതിൽ കൈസരിയ എന്ന് പറയുന്ന സ്ഥലം ഒരു പ്രോവിൻസ് ആയിരുന്നു. അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഗവർണറുടെ പേരാണ് ഫിലിപ്പ്. ഫിലിപ്പിന്റെ കൈസരിയ എന്ന് പറഞ്ഞാൽ ഫിലിപ്പ് അഥവാ ഫിലിപ്പോസ് എന്ന് വേറൊരു വിധത്തിൽ പറയാം. ഫിലിപ്പ് ഹേരോദാക്കന്മാരിൽ ഒരാളാണ് ഈ ഫിലിപ്പ്. ഫിലിപ്പ് ഹേരോദ ഗവർണർ ആയിരിക്കുന്ന കൈസരിയ. ആ കൈസരിയിൽ വെച്ച് കർത്താവ് തൻ്റെ ശിഷ്യന്മാര്, അപ്പോസ്തലന്മാര് കൂടെ ഉണ്ട്. അവരോട് കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടെ കാണുന്നത്. ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് യോഹന്നാൻ 7 നമ്മൾ 11-ാം വാക്യത്തിൽ കണ്ടത് ഇതാണ്. ജനങ്ങൾ അവനെ തിരഞ്ഞു. 12-ാം വാക്യത്തിൽ ആ ജനങ്ങളുടെ വിലയിരുത്തലാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് അവർ വിലയിരുത്തുന്ന കാര്യമാണ് 12-ാം വാക്യത്തിൽ പറയുന്നത്. ഇനി മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ ഒന്ന് നോക്കിയേ. ജനങ്ങൾ യേശുക്രിസ്തുവിനെ കണ്ടത് എങ്ങനെയാണ്? എങ്ങനെയൊക്കെയാണ് ജനങ്ങൾ യേശുക്രിസ്തുവിനെ കണ്ടത്? അത് 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എന്താ?
ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും ഉം. മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ഉം. ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. ഈ ഓരോ വചനങ്ങളും ഈ ഓരോ കണ്ടെത്തലുകളും വിശദീകരിക്കേണ്ടതാണ്. ഒന്ന്, യോഹന്നാൻ സ്നാപകൻ. രണ്ട്, ഏലിയാവ്, ഏലിയാവ്. മൂന്ന്, ഇരമ്യാവ്, ഇരമ്യാവ്. നാല്, പ്രവാചകന്മാരിൽ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറഞ്ഞു. ഇത് ഈ യോഹന്നാൻ എന്ന് പറയാൻ കാരണമെന്ത് ഉണ്ട്? എന്താണെന്നറിയാമോ? ഈ ഫിലിപ്പിന്റെ സഹോദരനായ ഹേരോദാവാണ് ഈ ഫിലിപ്പിന്റെ ഭാര്യയെ തന്റെ ഭാര്യയായി സ്വീകരിച്ചത്. അതിനെതിരെ ശബ്ദിച്ച പ്രവാചകനാണ് ആര്? യോഹന്നാൻ. യോഹന്നാൻ. യോഹന്നാന്റെ തല വെട്ടിക്കൊന്നു. അപ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ പറയുകയാണ്, ഇത്രയും കർശനമായി പാപത്തിനെതിരെ സംസാരിക്കുന്നെങ്കിൽ യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റത് വന്നതാകാം. അതാണ് ഒന്നാമത് ഇവർ പറയുന്ന കാര്യം. അതാണ്. രണ്ടാമത് പറയുന്നത് നോക്കുക, എന്താ? ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും മറ്റു ചിലർ ആരാ? ഏലിയാവെന്നും. ഏലിയാ. എന്തുകൊണ്ടാ ഇത് യേശുക്രിസ്തു ഏലിയാവാണെന്ന് പറയാൻ കാരണം? രണ്ട് കാരണങ്ങളുണ്ട്. മലാഖി പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ ആണ് മിശിഹ വരുന്നത്. അപ്പോൾ ഏലിയാവാണ് ഈ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നതെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. രണ്ടാമത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. എന്താ? ഏലിയാവ് വീണ്ടും വന്ന് മരിക്കണമെന്ന് യഹൂദന്മാരുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട്. അത് വെച്ചാണ് പറയുന്നത് ഇവൻ ഏലിയാവായിരിക്കാം. മൂന്നാമത് പറയുന്നത് എന്താ? ഇരമ്യാവ്. എന്തുകൊണ്ടാ യേശുക്രിസ്തു ഇരമ്യാവാണെന്ന് സംശയിച്ചത്? ഉത്തരം, കരയുന്ന പ്രവാചകനായിരുന്നു ഇരമ്യാവ്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ കരച്ചിലിന്റെ ശുശ്രൂഷയാണ് കർത്താവ് ചെയ്തത്. അത് കണ്ടിട്ട് ജനം പറഞ്ഞു, ഇരമ്യാവ് മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റ് വന്നതായിരിക്കാൻ സാധ്യത. ഇതെല്ലാം റീസൺസ് ഉണ്ട് ഓരോ കാര്യത്തിനും. ഏറ്റവും ഒടുവിൽ പറയുന്നത് പ്രവാചകന്മാരിൽ ഒരുത്തനോ. എന്താ കാരണം? നമ്മൾ ചിന്തിച്ചതാണ്. ഒറ്റ വാക്കിൽ പറയാം, ആ പ്രവാചകനായിരിക്കുമെന്നാണ് ചിന്തിച്ചത്. ഏത് പ്രവാചകൻ? മോശയാണ് ഈ വന്നിരിക്കുന്നതെന്നാണ് ഒരു വിഭാഗം ആളുകൾ വിശ്വസിച്ചത്. കണ്ടോ? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജനങ്ങളുടെ വിലയിരുത്തലാണ് ഇവിടെ നമ്മൾ കണ്ടത്. എന്നാൽ കർത്താവ് ഇതിനൊക്കെ അപ്പുറത്താണ്. അത് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഇവിടെ രണ്ട് വിലയിരുത്തൽ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 12-ാം വചനത്തിൽ രണ്ട് വിലയിരുത്തൽ. ഒന്ന്, അവൻ നല്ലവൻ. രണ്ട്, അവൻ വഞ്ചകൻ. എന്തുകൊണ്ടാ ഇത് പറഞ്ഞത്? നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാൻ നേരമായി. ഈ നല്ലവൻ വഞ്ചകൻ എന്നുള്ള പ്രയോഗത്തിന് അല്പം വ്യാപകമായി, പ്രത്യേകിച്ച് നല്ലവൻ എന്നുള്ള അർത്ഥം ആദ്യം നമ്മൾക്ക് ചിന്തിക്കാം. അതിനുശേഷം നമ്മൾക്ക് ഈ വഞ്ചകൻ എന്നുള്ളതും ചിന്തിക്കാം. യേശുക്രിസ്തുവിനെ ആ സമൂഹത്തിൽ ഒരു വിഭാഗം കണ്ടത്, അടുത്ത ക്ലാസ്സിൽ ഞാനത് വ്യക്തമാക്കി. ഒരു നല്ലവൻ, നല്ല ഒരു വ്യക്തി, നല്ലവൻ കേട്ടോ. എന്നും പലരും ഈ നല്ലവൻ എന്നുള്ള പ്രയോഗം കർത്താവിനെ കുറിച്ച് നടത്തുന്നുണ്ട്. അത് ചിന്തിക്കുന്ന നമ്മൾക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇന്നത്തെ ലോകം ഒന്ന് ചിന്തിച്ചേ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അവരുടെ കണ്ടെത്തൽ എന്താ? ഇന്ന് ജീവിച്ചിരിക്കുന്ന ചിന്തകന്മാരൊക്കെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു വലിയ സംഗീത സംവിധായകൻ പറഞ്ഞത്, അതുപോലെ തന്നെ കാരശ്ശേരി മാസ്റ്റർ പറഞ്ഞത്, ഇതൊക്കെ നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ. നല്ലവനാ, യേശുവിനെ പോലെ നല്ലൊരു ഗുരു, നല്ലവൻ.
അതിനപ്പുറത്തോട്ട് യേശുവിനെ കാണാൻ പലർക്കും സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിനെ കേവലം നല്ലവൻ, ക്രിസ്തു നല്ലവനാണ്, നല്ലവൻ മാത്രമാണ്, നല്ലവൻ എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിച്ച് മാറ്റി നിർത്തേണ്ടവൻ അല്ല. അതിനൊക്കെ അപ്പുറത്താണ് കർത്താവിന്റെ ആളുത്വത്തിന്റെ മഹത്വം. അത് ഗ്രഹിക്കുമ്പോഴാണ് നമ്മളെപ്പോലെ നമ്മുടെ ജീവനും ജീവിതവും നമ്മുടെ ഹൃദയവും നമ്മളെ തന്നെ സമ്പൂർണമായി കർത്താവിന് സമർപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ആരാണെന്ന് അറിയാത്ത ഒരു വ്യക്തിക്ക്, കർത്താവിന്റെ മഹത്വം അറിയാത്ത ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തെ കർത്താവിന് സമ്പൂർണമായി സമർപ്പിക്കുവാൻ സാധിക്കുകയില്ല. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവഹിതമായാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് കാര്യങ്ങൾ കൂടുതൽ ചിന്തിക്കാനായി ശ്രമിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.